ഇന്നത്തെ കുട്ടികൾ എന്ന് പറയുന്നത് ഭയങ്കര അപ്ഡേറ്റഡ് ആയിട്ടുള്ള കുട്ടികളാണ്. ലൈക്ക് എല്ലാ ലോസിനെ കുറിച്ചും അവർക്ക് നല്ലപോലെ ക്ലിയർ ആണ്. എസ്പെഷ്യലി അവർക്ക് അനുകൂലമായിട്ടുള്ള ലോസിനെ കുറിച്ച് നല്ലപോലെ ബോധവാന്മാരാണ്. അതവർ മിസ്യൂസ് ചെയ്യുന്നതായിട്ട് തോന്നുന്നുണ്ടോ? ഞാൻ ഈ അടുത്ത കാലത്ത് ഒരു സ്കൂളിൽ പോയപ്പോഴുണ്ടല്ലോ, അവിടുത്തെ ഒരു ടീച്ചർ പറഞ്ഞൊരു കാര്യമാണ്. ആ ടീച്ചർ ഒരു കുട്ടീനെ എന്തോ ഒരു തെറ്റ് ചെയ്ത്, വളരെ ഗൗരവമായിട്ടുള്ളൊരു തെറ്റാണ് ചെയ്തത്. ആ തെറ്റ് ചെയ്ത് ആ കുട്ടീനെ ഒന്ന് തല്ലി. അപ്പോഴേക്കും ആ കുട്ടി റേസ് ചെയ്തിട്ട് ആ ടീച്ചറെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് പറയാണ്, ടീച്ചർ ഇതിനനുഭവിക്കും, ഞാൻ ചൈൽഡ് ലൈനിൽ ഞാൻ കംപ്ലൈൻറ്റ് ചെയ്യും, ടീച്ചറെ ജോലി തെറിക്കും, ടീച്ചർ വൈറലാവും. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് കുട്ടികൾക്ക് നല്ല ഒരു ധാരണയുണ്ട് അവരുടെ നിയമങ്ങളെക്കുറിച്ചും എന്തൊക്കെ അവകാശങ്ങളാണ് നമുക്കുള്ളത് എന്നുള്ളതിനെ കുറിച്ചൊക്കെ കുട്ടികൾക്ക് നല്ല ധാരണയുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾ അവർക്ക് അനുകൂലമായിട്ടുള്ള നിയമങ്ങൾ വളച്ചൊടിക്കുന്നുണ്ട് എങ്കിൽ അതിന് മാതൃക കാണിച്ചു കൊടുക്കുന്നത് നമ്മൾ മുതിർന്നവർ തന്നെയാണ്. അപ്പോൾ ഇപ്പോൾ നിയമങ്ങളുടെ കാര്യം പറയുമ്പോഴത്തേക്കും സ്ത്രീകളെ സപ്പോർട്ടീവായിട്ടുള്ള, അവർക്ക് സപ്പോർട്ടീവായിട്ടുള്ള ഒരുപാട് നിയമങ്ങളുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീകൾ വീടിനുള്ളിൽ ഒരുപാട് കഷ്ടപ്പാടുകൾ അനുഭവിച്ചിരുന്ന സമയത്ത് അവർക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ള നിയമങ്ങളാണ്. അവർക്ക് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവാണ്ടിരിക്കാൻ, അവർക്ക് സപ്പോർട്ട് കിട്ടാൻ വേണ്ടിയിട്ട്, നിയമത്തിൻ്റെ ഒരു സുരക്ഷിതത്വം അവർക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ നിയമങ്ങൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. പക്ഷേ ഇന്ന് എത്ര ആൾക്കാർ ആക്ടിവിസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് നടക്കുന്ന ആൾക്കാരുടെ കാര്യങ്ങൾ തന്നെ നോക്കുക. നമ്മൾ സോഷ്യൽ മീഡിയയിൽ എത്ര വീഡിയോസ് കാണുന്നുണ്ട്. സ്ത്രീകൾക്ക് അനുകൂലമായിട്ടുള്ള നിയമങ്ങൾ മുതിർന്ന സ്ത്രീകൾ ഒരുപാട് ആൾക്കാർ അത് വളച്ചൊടിക്കുന്നുണ്ട്. ഇത് കണ്ടിട്ടല്ലേ കുട്ടികൾ വളരുന്നത്. അപ്പോൾ കുട്ടികൾക്ക് അനുകൂലമായ നിയമങ്ങൾ അവർക്ക് ഫേവറബിൾ ആയിട്ടുള്ള രീതിയിൽ യൂസ് ചെയ്യുന്നതിന് എന്തെങ്കിലും പറയാൻ പറ്റുമോ? സോ കുട്ടികൾ ഈ നിയമങ്ങൾ മിസ്യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും ഇത് ഹാൻഡിൽ ചെയ്യുന്നത് ഉത്തരവാദിത്തപ്പെട്ട മുതിർന്നവരാണ്. സോ അവർക്കറിയുന്ന കാര്യമല്ലേ, ഇപ്പോൾ പാരൻസിനാണെങ്കിലും ടീച്ചേഴ്സിനാണെങ്കിലും കുട്ടികളെ പണിഷ് ചെയ്യുന്നത് അവരുടെ നല്ലതിന് വേണ്ടിയിട്ടാണെന്നുള്ളത്. അപ്പം നിയമപരമായ പാരൻസിനെ സപ്പോർട്ട് ചെയ്തുകൂടെ? അതോ പാരൻസിന് കുട്ടികളുടെ മേലിൽ യാതൊരുവിധ അധികാരമോ അവകാശമോ ഇല്ലെന്നാണോ? നിയമപരമായി ഈ വിഷയങ്ങൾ ഹാൻഡിൽ ചെയ്യുക എന്ന് പറയുന്നതാണ് ഇതിൻ്റെ അകത്ത് ഏറ്റവും തൊല്ല പിടിച്ച കാര്യം. ഉത്തരവാദിത്തപ്പെട്ടവരാണ് ഇതിൻ്റെ അകത്ത് പെട്ടുപോകുന്ന ആൾക്കാർ. കാര്യം കുട്ടികൾക്ക് അവരവരുടേതായ റൈറ്റ്സും കാര്യങ്ങളും എല്ലാം ഉണ്ട്. സോ അവർക്ക് ആ നിയമങ്ങൾക്കുള്ളിൽ നിന്ന് കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യാൻ പറ്റുള്ളൂ. ഈവൻ ഇപ്പം ടീച്ചേഴ്സ് ഒരു കുട്ടിയെ തല്ലി, കുട്ടി പോയി ചൈൽഡ് ലൈനിൽ പരാതി കൊടുത്തു. അപ്പോൾ അവർക്ക് ഇത് കൃത്യമായിട്ട് മനസ്സിലാവുന്ന കാര്യമാണ്. ഇപ്പോൾ പോലീസ് സ്റ്റേഷനിലാണ് പരാതി എത്തിയത്, ചൈൽഡ് ലൈനിലാണ് പരാതി എത്തിയത് എങ്കിലും അവർക്ക് ക്ലിയറായിട്ട് അറിയാം ഈ കുട്ടി തെറ്റ് ചെയ്തു, അതുകൊണ്ടാണ് ടീച്ചേഴ്സ് പണിഷ് ചെയ്തിട്ടുള്ളത്. ഈവൻ പേരൻസ് ആണെങ്കിലും ഫോൺ കാര്യങ്ങൾ വാങ്ങിച്ചു വെക്കുമ്പോൾ ഇപ്പോൾ ചൈൽഡ് ലൈനിൽ എന്നെ വീട്ടിൽ പൂട്ടിയിട്ട് ദ്രോഹിക്കുന്നു എന്നും പറഞ്ഞ് പരാതി ചെയ്തിരുന്ന കാലമാണ്. അപ്പം ഇത് ഓവർ ഫോൺ യൂസേജ് കാരണമാണ്, അഡിക്ഷൻ ഉണ്ടാവാതിരിക്കാനാണ് പേരൻസ് വാങ്ങിച്ചു വെച്ചത് എന്നൊക്കെ പറഞ്ഞ് ചൈൽഡ് ലൈനിലുള്ള ആൾക്കാർക്ക് കൗൺസിലിംഗ് കൊടുക്കാം. കുട്ടി എന്നിട്ടും അതിനകത്തൊന്നും ഈ കംപ്ലൈൻറ്റിൽ നിന്നും പിൻവലിയാൻ തയ്യാറല്ല, കുട്ടി അവരുടെ സ്റ്റേറ്റ്മെൻറ്റിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് എങ്കിൽ തീർച്ചയായിട്ടും ഉത്തരവാദിത്തപ്പെട്ടവർക്ക് നടപടികൾ എടുത്തേ പറ്റൂ. ഇല്ല എങ്കിൽ അവരുടെ ജോലിയെ അത് നെഗറ്റീവായിട്ട് ബാധിക്കും. ഇപ്പോൾ പോലീസുകാരുടെ കാര്യം തന്നെ നോക്കുക. ഒരു വളരെ വലിയ ഗുരുതരമായ തെറ്റ് പ്രായപൂർത്തിയാകാത്ത ഒരു കുട്ടിയിൽ നിന്നും പറ്റിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പോലും ആ കുട്ടിയെ ചോദ്യം ചെയ്യുന്നതിന് പോലും അവർക്ക് ലിമിറ്റേഷൻസ് ഉണ്ട്. സർ, അങ്ങനെയാണെങ്കിൽ ഈ കുട്ടികൾക്ക് അനുകൂലമായ നിയമങ്ങളിൽ ഭേദഗതി വരുത്തണം എന്നാണോ? അതായത് ചില നിയമങ്ങൾ എടുത്ത് മാറ്റണം എന്നാണോ സാറിൻ്റെ ഒരു അഭിപ്രായം? ശരിക്കും നമ്മുടെ നാട്ടിൽ മാത്രം കണ്ടുവരുന്ന ഒരു പ്രതിഭാസമാണ് ഈ നിരോധിക്കൽ, എടുത്തു കളയലൊക്കെ. നമ്മൾ ഈ ഫോണിൻ്റെ കാര്യം തന്നെ നോക്കുക. കോവിഡ് സമയത്ത് കുട്ടികൾ ഗൂഗിൾ മീറ്റിലായിരുന്നു ക്ലാസ്സൊക്കെ ഡീൽ ചെയ്തിരുന്നത്. അവർക്ക് നോട്ട്സ് വാട്സപ്പിലും ഫയലായിട്ടായിരുന്നു കിട്ടിക്കൊണ്ടിരുന്നത്. കുറച്ച് നാൾ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും കുട്ടികൾ അമിതമായിട്ട് ഫോൺ യൂസ് ചെയ്യാൻ തുടങ്ങി. പേരൻസിൻ്റെ അടുത്ത് ശരിയാണ്, അവർ പറഞ്ഞുകൊണ്ടിരുന്നത് നോട്ട് ഫോണിലാണ്, എനിക്ക് പഠിക്കാൻ ഫോൺ വേണം എന്നും പറഞ്ഞ് ഫോൺ വാങ്ങിച്ചു വെച്ച് ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയും മറ്റു പരിപാടികളിലേക്ക് ഇന്ന് ഒരുപാട് സൈറ്റ്സും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. കുട്ടികൾ വഴിതെറ്റി പോകാനുള്ള ഒരുപാട് സാധ്യതകളുണ്ട്. കുട്ടികൾ അഡിക്ഷനിലേക്കും കാര്യങ്ങളിലേക്കും ഒക്കെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനുശേഷം ഇവിടെ ഗവൺമെൻറ് പറഞ്ഞത്, സ്കൂളിലെ ടീച്ചേഴ്സിനോട് പറഞ്ഞത്, ഇനി മുതൽ സ്കൂളിലെ നോട്ട്സ് വാട്സപ്പിൽ കൊടുക്കണ്ട എന്നാണ് പറഞ്ഞത്. അതായത് ആ ഒരു സംവിധാനം നിരോധിച്ചു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഫോൺ പോസിറ്റീവായിട്ട് യൂസ് ചെയ്യാൻ കുട്ടികളെ പഠിപ്പിക്കുകയല്ല വേണ്ടത്. ഫോൺ ഓവറായിട്ട് യൂസ് ചെയ്യുന്നതിൻ്റെ, അഡിക്ഷനിലേക്ക് പോകുന്നതിൻ്റെ നെഗറ്റീവ് എന്താണ്, അതിൻ്റെ പോസിറ്റീവ് വശം എങ്ങനെയാണ് ഇത് യൂസ് ചെയ്യേണ്ടതെന്ന് കുട്ടികളെ ട്രെയിൻ ചെയ്യുകയല്ലേ വേണ്ടത്. ശരിക്കും ഏതെങ്കിലും അപ്ഡേറ്റഡ് ആയിട്ടുള്ള രാജ്യങ്ങളിലേക്ക് നോക്കുക. അവിടുത്തെ ചെറിയ കുട്ടികൾ വരെ ടാബ് യൂസ് ചെയ്ത് ചെറിയ ക്ലാസ്സുകളിൽ പഠിക്കുന്ന സമയമാണ്. അപ്പോഴാണ് ടെക്നോളജി ഇത്രയും അപ്ഡേറ്റഡ് ആയിട്ടുള്ള സമയത്ത് നമ്മൾ കുട്ടികളിൽ നിന്നും ഫോൺ വരെ പിടിച്ച് വാങ്ങിച്ചു വെക്കുന്നത്. ശരിക്കും സിമ്പിളായിട്ടുള്ള ഒരു ഹ്യൂമൻ സൈക്കോളജിയാണ്. അടച്ചു വെച്ചിരിക്കുന്ന സാധനം തുറന്നു നോക്കാനായിരിക്കും ആസക്തി കൂടുതൽ. അപ്പം ശരിക്കും കുട്ടികളെ അത് പോസിറ്റീവായിട്ട് യൂസ് ചെയ്യാൻ പഠിപ്പിക്കുക എന്നുള്ളതാണ് അതിൻ്റെ അകത്തെ പ്രതിവിധി, അല്ലാതെ നിരോധിക്കലല്ല. നിരോധിക്കൽ ഇവിടെ പോസിബിളും അല്ല. അതിൻ്റെ അകത്തൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ
കുട്ടികൾക്ക് അനുകൂലമായിട്ടുള്ള നിയമങ്ങൾ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതേ നാട്ടിൽ തന്നെയാണ് അധ്യാപകരുടെ ഭാഗത്തു നിന്നും കുട്ടികൾക്ക് ലൈംഗികമായ അതിക്രമങ്ങൾ ഉണ്ടായിട്ടുള്ളത്. ഇതേ നാട്ടിൽ തന്നെയാണ് അമ്മയും അമ്മയുടെ കാമുകനും ചേർന്ന് മകളെ പീഡിപ്പിച്ചിട്ടുള്ളത്. അപ്പം കുട്ടികൾക്ക് അനുകൂലമായിട്ടുള്ള നിയമങ്ങൾ നമുക്ക് എങ്ങനെ എടുത്തു മാറ്റാൻ പറ്റും? കുട്ടികൾ അവരുടെ നിയമങ്ങളെക്കുറിച്ച് കൃത്യമായിട്ടും അവെയർ ആയിരിക്കണം. അത് അവർ യൂസ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് അവരെ പഠിപ്പിക്കുകയാണ് വേണ്ടത്.